അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹോദരന്മാരെ, സഹോദരികളെ, ആവശ്യമില്ലാത്ത ഉത്കണ്ഠകൾ അത് പ്രയാസങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കുക. ഞാൻ പരാജയപ്പെടുമോ? എൻ്റെ ഭാവി എന്താകും? ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി ജീവിതത്തെ വളരെ പ്രയാസത്തോടെ തള്ളി നീക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ചെയ്തുപോയ തിന്മകളുടെ പേരിലുള്ള കുറ്റബോധത്തിൻ്റെ പേരിലാണെങ്കിൽ ഈ ചിന്തകൾ നല്ലതാണ്. പക്ഷേ അനിവാര്യമായും പശ്ചാത്തപിച്ചു കൊണ്ടിരിക്കണം. ഞാൻ ചെയ്ത തെറ്റുകളുടെ പേരിൽ എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന ആലോചന നല്ലതാണ്. പക്ഷേ അതിന് എൻ്റെ ദോഷങ്ങൾ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് പുറത്തു തരണമേ എന്ന് ധാരാളമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഉത്കണ്ഠകളെല്ലാം ഇല്ലാതെയാവുകയും നമുക്ക് വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യും. സൂറത്തു ആല് ഇമ്രാനിലെ ഒരു വാക്യം ഖുർആൻ ഓതുന്ന സമയത്ത് ആ ഭാഗത്ത് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ നീതിബോധത്തെപ്പറ്റി നമുക്ക് ഉറപ്പ് ലഭിക്കുന്നു. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ് വമല്ലാഹു യുരീദു ളുൽമൻ ലിൽ ആലമീൻ. സൂറത്തു ആല് ഇമ്രാൻ 108 വാക്യം. വമല്ലാഹു യുരീദു ളുൽമൻ ലിൽ ആലമീൻ. ലോകത്ത് ഒരാളെയും സൃഷ്ടാവായ അള്ളാഹു അന്യായം ചെയ്ത് ബുദ്ധിമുട്ടാക്കുകയില്ല. അള്ളാഹു ആരോടും അന്യായം ചെയ്യുകയില്ല. അന്യായം എന്ന് പറഞ്ഞാൽ ന്യായക്കേട്. ന്യായമായത് മാത്രമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. ഇത് നമുക്ക് വല്ലാത്തൊരു ഉറപ്പാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഒരു ഉറപ്പ്. നാം തെറ്റുകൾ മനഃപൂർവ്വം ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, അവൻ നമ്മെ രക്ഷിക്കും. തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ധാരാളമായി പ്രാർത്ഥിക്കുക. നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നാം നിർവഹിക്കുകയും തെറ്റുകൾ ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമുക്ക് ഉത്കണ്ഠയുടെ ആവശ്യമേ ഇല്ല. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലോ ദിക്ർ ഹൽക്കകളിൽ, സ്വലാത്തിൻ്റെ മജ്ലിസുകളിൽ, നമ്മേക്കാൾ നല്ലവരായ ആളുകൾ പ്രാർത്ഥിക്കുന്ന സദസ്സുകളിൽ പങ്കെടുത്ത് നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. ഏതെല്ലാം ബാധ്യതകൾ നാം ചെയ്യേണ്ടതുണ്ടോ അത് കൃത്യമായി നിർവഹിക്കണം. അതിൽ പാളിച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും കൃത്യമായി ഓരോന്നും നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ ഖുർആൻ്റെ ഈ വാക്യം നമുക്ക് നൽകുന്ന സമാധാനം വല്ലാത്ത സമാധാനമാണ്. വമല്ലാഹു യുരീദു ളുൽമൻ ലിൽ ആലമീൻ. ലോകത്ത് ഒരാളോടും അള്ളാഹു അന്യായം ചെയ്യുകയില്ല, ആരെയും ദ്രോഹിക്കുകയില്ല. അവൻ കരുണാവാരിധിയാണ്. ആ റബ്ബിൻ്റെ പൊരുത്തവും കാരുണ്യവും ലഭിക്കാൻ വേണ്ടി നാം ആഗ്രഹിക്കുക, നാം പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് എല്ലാ സന്ദർഭങ്ങളിലും അവൻ നമുക്ക് ശക്തിയും കരുത്തും പകരട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.